ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് കുമ്പളങ്ങ കൊണ്ടാട്ടം ആണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മുടെ കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചതാണ്. അതും അതേപോലെ പച്ചമുളകിന് പകരം നമ്മളിവിടെ കൊണ്ടാട്ടമാണ് യൂസ് ചെയ്യുന്നത്. വേപ്പില നമ്മുടെ കൊണ്ടാട്ടം കുറച്ച് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഉപ്പ് കുറച്ചൊന്ന് കുറയും. അപ്പോൾ അതും അതേപോലെ കുറച്ച് വെള്ളം അത് വേകാൻ വേണ്ടി മാത്രം അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കണം. തേങ്ങയും നല്ല ജീരകവും ഉള്ളിയും കൂടെ ചേർത്തിട്ട് അരപ്പുണ്ടാക്കാം. ഇതിലേക്ക് തിളച്ച് വരുന്ന കഴിയുമ്പോഴത്തേക്കും നല്ലോണം വെന്തെന്ന് തോന്നുമ്പോൾ അത് ആഡ് ചെയ്യാം. ഇനി നമുക്കതിന് കളർ കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാം. ഉപ്പും നോക്കാം, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒന്ന് തിളച്ച് വരുന്നെന്ന് കാണുമ്പോൾ നമ്മുടെ തൈര്, ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരായിട്ടൂടെ യൂസ് ചെയ്യുന്നത്, അത് അടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ വളരെ എളുപ്പം ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ കുമ്പളങ്ങ കൊണ്ടാട്ടം. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്യുക. എരിവ് എല്ലാം പാകമായിരിക്കും. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് തിളച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ തൈര് ചേർത്തതിന് അപ്പം തന്നെ നമുക്ക് സിമ്മ് ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്ക് കടുകും താളിപ്പിലേക്ക് നമുക്ക് പച്ചമുളക് നമ്മൾ മറ്റേ കൊല്ലമുളകിന് പകരം നമുക്ക് കൊണ്ടാട്ട മുളക് തന്നെ യൂസ് ചെയ്തിട്ട് താളിപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഉമ്മച്ചിയുടെ റെസിപ്പിയാണ്. അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേപ്പിലൊക്കെ ചേർത്ത് നമുക്ക് അടിപൊളി കുമ്പളങ്ങ കൊണ്ടാട്ടം കഴിക്കാം. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.